LDF 2021 വലിയ മുന്നേറ്റം നടത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കഴക്കൂട്ടത്തും നേമത്തും ശക്തമായ പോരാട്ടം നടക്കും. BJPക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല. കോൺഗ്രസ് വിചാരിച്ചാലേ BJP സ്ഥാനാർത്ഥി ജയിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇവിടെ BJP ജയിക്കുമെന്ന് പറയുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ തന്നെ പറഞ്ഞത് 3-4 മണ്ഡലങ്ങളാണ് അല്ലേ? ആ 3-4 മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്താണ് 3 മണ്ഡലം പറയുന്നത്. ആ 3 മണ്ഡലത്തിലും BJP ജയിക്കില്ല. പിന്നെ ഇനി BJP ജയിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ട് മാത്രമേ ജയിക്കുള്ളൂ. കോൺഗ്രസ് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ മാത്രമേ ജയിക്കുള്ളൂ. മുണ്ടക്കായ് ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് 100 കോടിയോളം രൂപ പിരിച്ചെന്നാണ് വിവരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പണമില്ലാതെ 230 വീടുകൾ എങ്ങനെ നിർമ്മിച്ചു നൽകുമെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. കേരളത്തിൻ്റെ അകത്തും പുറത്തും ഇന്ത്യക്ക് വെളിയിൽ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ പ്രവാസികളായവരുൾപ്പെടെ കോടിക്കണക്കിന് ഉറുപ്പിക കൊടുത്തിട്ട് അധ്യാപക സംഘടന മാത്രം 1 കോടി കൊടുത്തു എന്നുള്ള വാർത്ത വന്നെയാണ്. ഇങ്ങനെ 1-2 വിഭാഗങ്ങൾ തന്നെ ഓരോ കോടി കൊടുത്തു എന്നുള്ള വാർത്ത വന്നെയാണ്. ഒരു 100 കോടിയിലധികം പിരിച്ചു എന്നാണ് പലരും പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഫണ്ടല്ല ഇവിടെയാണ് പോയത്. ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ടിൻ്റെ കാര്യത്തിലുണ്ടാകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കേരളം കൈകാര്യം ചെയ്യാനാവുക എന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കില്ലേ? 1 രൂപ പോലും കയ്യിലില്ലാത്ത കോൺഗ്രസ് എങ്ങനെയാണ് 230 വീട് എടുക്കാൻ പോകുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.